ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചൂച്ചു ചാൾസ് ഗെയിമിൻ്റെ ഒരു മൊബൈൽ വെർഷനായിട്ടാണ്. അപ്പോൾ മൊബൈൽ വെർഷന് എന്താണ്, നമ്മുടെ അതേ ഗെയിം അല്ലെങ്കിലും അതേപോലത്തെ ഒരു റെപ്ലിക്കയാണ്. പക്ഷേ അതേപോലെ നമുക്കൊരു ട്രെയിൻ കിട്ടും, നമുക്ക് ചൂച്ചു ചാൾസായിട്ട് ഫൈറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഗെയിമാണ്. ഇതിൻ്റെ ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്കേറി സ്പൈഡർ ട്രെയിൻ സർവൈവൽ. നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യും. ഇത് അതേപോലെ അങ്ങ് കാണത്തില്ല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഞാനൊരു 100 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ ഗെയിം കൊടുക്കാം. ഗൈസ്, ഇത് പിന്നെ ഒരു ഇൻഡി ഗെയിമാണ്, അതുകൊണ്ട് നിറയെ ആഡ്സ് കാണും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ലോഡാവുന്നു കേട്ടോ. ഓക്കെ നമ്മുടെ ജാക്കാ, ഇയാളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇയാൾ ഓക്കെ. ഫസ്റ്റ് ഐലൻഡ് ഇസ് ഓൺലി ഓക്കെ ശരി. ഫ്യൂ മന്ത്സ് എഗോ ദ ഐലൻഡ് ഹാവ് ബീൻ വിയർഡ് ലുക്ക്. അതാ നമ്മുടെ ചൂച്ചു ചാൾസിനെ പറ്റിയാണ് പറയുന്നത്. അപ്സൈഡ് ഡൗൺ. ഓക്കെ. അപ്പോൾ എല്ലാം തലേന്ന് മൾട്ടിപ്പിൾ എന്തൊക്കെയോ മൾട്ടിപ്പിൾ മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. എന്തോ ഇതിൻ്റെ മോൺസ്റ്റേഴ്സ് ആണെന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഇയാൾ ആദ്യത്തെ രാജാവാ. ഓക്കെ, അപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ നമ്മൾ ചൂച്ചു ചാൾസിനെ പറ്റി പിടിക്കണമെന്ന് പറയാം. ഇതാവുന്നു, കാരണം ഇത് ഒരു ഇൻഡി ഗെയിമാണ്. ഇവിടെ ഓക്കെ ഫൈറ്റ് ബാക്ക് ചെയ്ത് ഡിസൈഡ് ചെയ്തിട്ടും ഭയങ്കര ഇതത് വരുന്നു. കാരണം ഞാൻ മൊബൈലിൽ കളിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ അയ്യോ തണ്ണ്. ഇങ്ങനെയാണോ ഓടുന്നത്? ഗൈസ്, ഇയാളെന്താ ഇങ്ങനെ ഓടുന്നത്? കുറച്ച് ഇതുണ്ട്, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ്. ചേട്ടാ, ഇതെന്താണ് ഓടാനൊന്നും പറ്റുന്നില്ല. ഇത് മറ്റേ യഥാർത്ഥ ഗെയിം പോലെ ഉണ്ട്, പക്ഷേ ഇച്ചിരി ഗ്രാഫിക്സ് ഒന്നും ഒട്ടുമില്ല. ഏതോ ഒരു കൊള്ളാത്ത എൻജിനിൽ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതും വരുന്നത്. ഇത് ഇൻഡി ഗെയിം ആയതുകൊണ്ടായിരിക്കാം. അയാളുടെ അടുത്തോട്ട് ആരോയും കാണിക്കുന്നത്. ഇത് ഓടാനും പറ്റുന്നില്ല സാധനം. അവിടെ എങ്ങാണ്ടാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ ചൂച്ചു ചാൾസ് ഇതുവരെ കളിച്ചിട്ടില്ല. ഇയാളെന്തോ ചാടുന്നേ? എന്താണ് ഗ്ലിച്ചായെന്ന് തോന്നുന്നു. കുറേ ഗ്ലിച്ച് പിടിച്ച ഗെയിമാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. ഇയാൾ ഉസൈൻ ബോൾട്ടിനെ പോലെ ഓടുന്നു, നമ്മൾ ഒരു തവളയെ പോലെ ചാടിക്കൊണ്ട് ചെയ്യുന്നു. അയാൾ അവിടെ നിൽക്കുകയും ചെയ്ത. ഇതെന്താണ്, ഭയങ്കര ഗ്ലിച്ചാണ്. ഇങ്ങനെ ഇതൊക്കെ വരുന്നത്. ഓൾഡ് ട്രെയിനും മെഷീൻ ഗൺ. നമ്മുടെ കാറിൻ്റെ കാര്യമാണ് പറയുന്നത്. കാറല്ല ഇത്, മറ്റേ ട്രെയിൻ, നമ്മുടെ പഴയ ട്രെയിൻ. ഓക്കെ ശരി. നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം. എന്താണ്, സ്കേറി സ്പൈഡർ ട്രെയിൻ സർവൈവൽ എന്നെങ്ങാണ്ടാണ് പേര്. എങ്ങോട്ടാണ് പോകണ്ടേ? ഇനി നമ്മൾ പോകണോ? ഗ്ലിച്ചാണല്ലോടേ ഇത്. നമുക്ക് പോയി നോക്കാം. ഇവിടെ എങ്ങാണ്ടാണ് വരേണ്ടത്. ട്യൂട്ടോറിയൽ. ശരി. ഇതെങ്ങനെയാണേ ഗൈസ്? പോസ് ചെയ്യാം. ഇതെങ്ങനെയാണ് മാറ്റുന്നോ? ശരി. നമുക്ക് കീ കിട്ടി. പിക്കപ്പ് ദ കീ. ഗൈസ്, ഇതത് മേടിച്ച ഗെയിമുമാണ്, ദേഷ്യവും വരും. അതുകൊണ്ട് നിങ്ങൾ കളിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഭയങ്കര ദേഷ്യം വരും. കാരണം ഞാൻ ചില ഗെയിംസിൽ നെറ്റ്വർക്ക് ഓഫ് ചെയ്തിട്ടാൽ പ്രശ്നമില്ല, നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ ഈ ഗെയിമിലൊക്കെ നെറ്റ്വർക്ക് ഓഫ് ചെയ്തിട്ടാൽ നമുക്ക് കളിക്കാനും പറ്റത്തില്ല. നാളെ ഒരു സാധനം തൊട്ടാൽ തന്നെ ആഡും വരും. ഇതേഴ്സും ഉണ്ട്. താങ്ക്സ് ഫോർ ഗ്രാബിങ് ദ കീ. ശരി. ഇതെന്നാടേ നമുക്ക് ഗ്ലിച്ചാണല്ലോടെ. നമുക്ക് അകത്തോട്ടും പോകാൻ പറ്റുന്നല്ലോ. നമ്മുടെ ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. ഇത് ക്യാരക്ടറിന് ഭയങ്കര പാടാണ്. നമ്മുടെ ചൂച്ചു ചാൾസ് നമ്മുടെ മറ്റേ ഗെയിമില്ല, അതേ ട്രെയിൻ തന്നെ, ചാൾസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് കളിക്കണ്ട. അപ്പം ഞാൻ ശരി. ഡേവിഡ്, ഇയാളുടെ ഫ്രണ്ട് ഡേവിഡിനെ കാണണം. അപ്പോൾ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. റോക്കറ്റ് ലോഞ്ചതാ. ശരി അണ്ണാ, ശരി. മനസ്സിലായി, എല്ലാം മനസ്സിലായി എനിക്ക്. നമുക്ക് അപ്പോൾ ഇയാളുടെ കൂട്ടുകാരൻ ഡേവിഡിൻ്റെ പോയി കണ്ടിട്ട് നമുക്ക് എന്തോ റോക്കറ്റ് ലോഞ്ചതൊക്കെ എടുക്കണം.
ഓ മെറ്റൽ പ്ലേറ്റ്സ് എടുത്താലേ നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, മാപ്പും ഉണ്ട്. നമുക്ക് ഡേവിഡിൻ്റെ ഐസൊക്കെ നമുക്ക് പൊസിഷൻ ചെയ്ത് പോകാനൊക്കെ പറ്റും. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ അയാളും കയറുക. ഇതുവരെ ചാടി കയറിയ. ഓക്കെ, അറിയാം, മനസ്സിലായി. ഇതെന്താണ്, കുറേ ട്യൂട്ടോറിയലും ഉണ്ട്. ഓക്കെ, ട്യൂട്ടോറിയലൊക്കെ കഴിഞ്ഞു. ഗെറ്റ് ഗൈസ്, ഒന്ന് തൊട്ടാൽ തന്നെ നമ്മുടെ ഈ ആഡാണ്. എന്തോ ചെയ്യാനാ. ഓക്കെ, ഇപ്പോഴാണൊന്ന് ആഡൊക്കെ പോയി ഫ്രീ ആയത്. ഓ, നമ്മുടെ അപ്ഗ്രേഡ് ഉണ്ട്. ഇനി അപ്ഗ്രേഡിൽ തൊട്ട് ആഡ് വരും. മെഷീൻ ഗൺ. മെഷീൻ ഗൺ. ഇതെന്തോടെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് മെഷീൻ ഗൺ ഒരു ഗെയിം യൂസ് ചെയ്യുന്നത്. ചതപതാ ചെയ്യാൻ പറ്റും. ഓക്കെ, മെഷീൻ ഗൺ. ഈ അണ്ണൻ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടേൺ എൻജിൻ ബിഫോർ ഇതാണോ? നിങ്ങളിത് കളിക്കണ്ട, കാരണം ഇത് ഭയങ്കര പാടുപിടിച്ച ഗെയിമാണ്. കുറേ ഗ്ലിച്ചും കുറേ ആഡ്സും ഇതേപോലെ 3-4 തവണ നിൽക്കുന്ന ട്യൂട്ടോറിയലും. ശരി, ഇതെന്താണ്? എനിക്കിതൊക്കെ അറിയാത്തത് കാരണം പറയുന്നത്. ഫുള്ള് ഗ്ലിച്ചാണ്, ഇങ്ങനെ വര വരുന്നൊക്കെ. ഇതിൻ്റെ ഗ്രാഫിക്സ് പ്രശ്നമാണ്. ഗെയിം അതേപോലൊക്കെ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ യഥാർത്ഥ ഗെയിം കളിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. ഇപ്പോൾ ചൂച്ചു അണ്ണനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കളിക്കുന്നതായിരിക്കും യഥാർത്ഥ ഗെയിം. അയ്യോ, ഇതെന്താട്ടെ, നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇവിടുന്ന്. ഓക്കെ, മാപ്പോ? ഓക്കെ, ഇതെന്ത് മാപ്പാണ്? ഓക്കെ, ശരി. ഇതിപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ മാപ്പാണോ? ഇത് ഞാനിപ്പോൾ കുറച്ചൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്താലേ എനിക്ക് യഥാർത്ഥ യൂട്യൂബ് ചാനൽ യഥാർത്ഥ നമ്മുടെ ചൂച്ചു ചാൾസ് കളിക്കാൻ പറ്റൂ. അപ്പോൾ ഇവർ ട്യൂട്ടോറിയൽ പറയുവാണ്. ശരി, ഇത്രയും ട്യൂട്ടോറിയൽ നമ്മുടെ യഥാർത്ഥ ഗെയിമിലും ഇല്ല ഗൈസ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി കാണും. പക്ഷേ നമ്മുടെ ചൂച്ചു ചാൾസിൻ്റെ ഒരു കോപ്പി ഗെയിമാണ്, ഒരു ബെസ്റ്റ് കോപ്പി ഗെയിമാണ്. പക്ഷേ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഗെയിം വ്യൂ. ശരി, ഇതൊക്കെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് യഥാർത്ഥ ചൂച്ചു ചാൾസ് ഗെയിമിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ചൂച്ചു ചാൾസിനെ ഒന്ന് കാണുമായിരുന്നു. ചൂച്ചു ചാൾസ് ഡേഞ്ചറാണ് ഗൈസ്. ഇതെന്താണ് ഓരോ കാര്യം കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയുമോ? അങ്ങനത്തെ സംഭവമാണ്. ഓക്കെ, എന്താണിത്? ഇത് ബാക്ക് അടിക്കുന്ന എന്തിനാണ് ഫ്രണ്ട്? ഓക്കെ, ശരി, മനസ്സിലായി. അയ്യോ, ഇത് ട്യൂട്ടോറിയൽ കാണിച്ച് മെനക്കെടുത്തുവാ. ഓക്കെ, അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഇതൊന്നും വേണ്ട നമുക്ക്. നമ്മുടെ കയ്യിൽ എന്തോ ഒരു സംഭവം വേണം. ഓക്കെ, ശരി. ഇതിനിടെ ബാക്ക് അടിക്കുന്ന ചൂച്ചു ചാൾസ് വന്നാൽ ഇത് തന്നെ നടക്കുമോ? ഓക്കെ, ശരി, മനസ്സിലായി. ഒന്ന് ഈ ട്യൂട്ടോറിയൽ എന്തിനാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഗെയിം പൊട്ട ഗെയിമാണ്. ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് യഥാർത്ഥ ചൂച്ചു ചാൾസ് വരുന്നോ? ഇല്ലല്ലോ അല്ലേ? എന്നാൽ ഞാനിപ്പം തന്നെ എടുത്ത് വെടി വെക്കും. ഈ അണ്ണൻ എന്തിനാണ്? നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഡേവിഡിൻ്റെ വീട്ടിലാണ്. ചൂച്ചു ചാൾസിനെ കാണാനില്ല ഫ്രണ്ട്സ്. എനിക്ക് ചൂച്ചു ചാൾസിനെ കാണണം. ഗൈസ്, ഞാനിവിടെ നിർത്തിയിട്ട് കാരണം എനിക്ക് ചൂച്ചു ചാൾസിനെ കാണണം. ഓക്കെ, ചൂച്ചു ചാൾസ് വെടി വന്നാൽ വെടി വെക്കും ഞാൻ. ചൂച്ചു ചാൾസ് ഇല്ല ഗൈസ്. ഇതൊരു പൊട്ട ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ്. ഒരു മിനി വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്താണ്? എമർജൻസി ബട്ടണോ? ഗൈസ്, ട്രെയിൻ പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതായിരുന്നു കളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. പൊട്ട ഗെയിമാണ്, പക്ഷേ അത് നൈസ് ഗെയിമാണെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു ഗെയിം നമ്മുടെ
അപ്പോൾ ഇത് റെപ്ലിക്കായിട്ട് ഇതേപോലെ ഉണ്ടാക്കുന്നത് നൈസ് കാര്യമായിട്ടാണ്. അവർ നന്നായിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അൺറിയലിലോ യൂണിറ്റിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇച്ചിരി ഹൈ ഗ്രാഫിക്സ് ഇട്ട് കുറച്ചും കൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഈ ഗെയിം കുറച്ചും കൂടി ഓടിയേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. എന്നിട്ട് ഇതേപോലത്തെ ഗെയിം ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.